ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പിങ്ക് റൂം മേക്ക് ഓവറാണ് കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഓറഞ്ച് റൂം മേക്ക് ഓവർ കണ്ട് എല്ലാവരും അടിപൊളിയായിരുന്നു എന്നൊക്കെ ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ അറിഞ്ഞു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ റൂം മേക്ക് ഓവർ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ബെഡിൽ വെച്ച എല്ലാ ഡെക്കോർ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ വക കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ അഴിക്കുകയാണ്. കാരണം ഇതൊക്കെ നമുക്കിത് അലക്കാൻ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്താ ഒരു തലണ 2 കവർ ഇട്ടേക്കണേന്ന്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു തലണയുടെ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പഞ്ഞിയൊക്കെ പുറത്ത് പോരാണ്. തയ്ക്കാനെന്നൊക്കെ വിചാരമുണ്ട്, പക്ഷേ ഞാൻ തയ്ക്കില്ല, എനിക്ക് മടിയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ 2 തലണ കവർ ഇട്ടിട്ട് അതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തായാലും ആ സാധനങ്ങളൊക്കെ മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ യേശുവിൻ്റെ രൂപം നമ്മുടെ ഒരു ഷെൽഫിൻ്റെ മുകളിലിരിപ്പുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വെച്ചേക്കണത്. അപ്പോൾ അതെന്തായാലും മാറ്റിയിട്ടുണ്ട്, കാരണം തുടക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാൻ കർട്ടനെ കഴിച്ചു മാറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ഡെക്കോർ ഐറ്റം ഞാൻ കർട്ടനെ തൂക്കിൻ്റെ അതൊക്കെ അഴിച്ച് ഞാൻ എടുത്ത് വയ്ക്കാൻ കൊണ്ടുപോവാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ എല്ലാ വക ഞാൻ അയച്ച സാധനങ്ങളൊക്കെ ഇനി അലക്കാൻ കൊണ്ടുപോകട്ടെ. ഇതാണ് നമ്മുടെ റോസുവിൻ്റെ ടേബിൾ. ഇത് ഞാൻ ഇത്തിരി അലങ്കോലായിട്ടത് ബെഡ്മെന്ന് സാധനങ്ങൾ മാറ്റിയപ്പോഴാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് മാറ്റട്ടെ. കുറേ ഷോളുടെ സംഭവങ്ങളൊക്കെ ഒരു റോഡുണ്ട് ഇവളുടെ ടേബിളിൻ്റെ മുകളിലായിട്ട്, അതൊക്കെ ഞാൻ മാറ്റാണ്, അതൊക്കെ മടക്കണം എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ് തോർത്താണ് കേട്ടോ. അത് ഞാൻ അവളുടെ ടേബിളിൽ ഇട്ടത് ബെഡ്മൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ മാറ്റിയപ്പോൾ അവളുടെ ടേബിളിലേക്കാണ് എല്ലാതും ഇട്ടത്. അപ്പോൾ അവളുടെ ടേബിളിന്മേൽ കുറേ ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ തന്നെയാണ് അടക്കി വെക്കണത്. അവൾക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാനാണ് എനിക്ക്. പിന്നെ അവളുടെ ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്, അത് അവൾ എടുത്തുകൊണ്ട് വന്നതാണ്. പിങ്ക് കളർ എന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ പൗഡറൊക്കെ ഞങ്ങളുടെ മേക്കപ്പ് സെറ്റിലുള്ളതാണ്. അതെന്തായാലും ഞാൻ എടുത്ത് വെക്കട്ടെ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ റോസ് കണ്ടോ വന്ന് പോയി എത്തിച്ച് വെക്കാൻ വന്നിട്ട് പോയതല്ല, ബുക്ക് ചോദിച്ചു വന്നതാണ്, വായിക്കാൻ വേണ്ടി അവൾക്ക് ബുക്ക് വേണമെന്ന്. അപ്പോൾ അതെന്തായാലും ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ എന്തായാലും ഇതാണ് എൻ്റെ ടേബിൾ. എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതോ ഗതിയായിട്ടാണ് കിടക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കണം. എന്തായാലും സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ അതൊക്കെ. പിന്നെ ഈ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ബോക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു നമ്മുടെ പെൻസിലും പാനും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് അതിനുള്ള വെക്കാൻ പറ്റും. അതുപോലത്തെ ഒരു അടിപൊളി ബോക്സാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടേബിളിൽ കിടക്കുന്ന എല്ലാ വക സാധനങ്ങളും മാറ്റാം. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ ഒരു പ്ലാനർ പോലെ എടുത്തിരുന്നൊരു ബുക്കാണ്. അതിൽ ഞാൻ ഹലോ കിറ്റിയുടെ പടക്കം വരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേബിൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ആ ഷീറ്റ് ഒന്ന് കുടഞ്ഞിട്ട് ആ ഷീറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ച് റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ ഇട്ട കാരണം മാറ്റണില്ല. റോസിൻ്റെ ടേബിളിൽ മെത്തിയായാലും ഞാൻ മാറ്റിയിട്ടില്ല, ജസ്റ്റ് ഇത് കുടഞ്ഞിട്ട് ഞാൻ അത് തന്നെയാണ് ഇട്ടത്. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലേസിൽ റോസു ബുക്ക് വായിക്കാതിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത്. അവിടെ ഇപ്പോൾ ഒരു 2 കുഷനൊക്കെ എടുത്ത് അവിടെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത്. അവളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ഏരിയയാണ്. ആ കലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കട്ടെ. അപ്പോൾ മാല വെക്കണോടത്ത് കമ്മലെടുത്ത് വെച്ച പോലെയാണ് ഞാൻ എൻ്റെ ഈ ഒരു മേക്കപ്പ് ഏരിയ കിടക്കുന്നത്. പിന്നെ ഒരു സെറ്റ് വളയുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഈ ലൈറ്റ് ഇതെൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് തന്ന, എൻ്റെ സ്കൂളിൽ വെച്ച് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു അത്. അപ്പോൾ അതെനിക്ക് ടേബിളുമ്പോൾ വെക്കണം. ഞാൻ അവിടെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ആ ടേബിളുമ്മേക്ക് വെക്കേണ്ട കാരണം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ തിരിച്ച് എടുത്ത് വെക്കാം പഴയ പോലെ തന്നെ. എന്ന് വെച്ചാൽ ഇതിന് നീറ്റായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. റബ്ബർ ബാൻഡ് വയ്ക്കണോടത്ത് റബ്ബർ ബാൻഡും സ്ലൈഡ് വയ്ക്കണോടത്ത് സ്ലൈഡും എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് വെച്ചിട്ട് കാണാം. പിന്നെ സൈഡിലിരിക്കാൻ ബോക്സുകൾ, അതിൽ ഞാൻ വെച്ചേക്കണത് റബ്ബർ ബാൻഡും അതുപോലെ തന്നെ ക്യൂട്ടസ് സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അത്യാവശ്യമായിട്ടുള്ള സാധനം മാത്രമാണ് മുകളിൽ വെച്ചേക്കുന്നത്. താഴെ വെച്ചേക്കുന്നത് ക്യൂട്ടസാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു പാക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. ഒതുക്കണേൻ്റെ ഇടയിൽ ഞാൻ വെച്ചതാണ്. എന്തായാലും പാക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ മാറ്റി ഞാൻ ആ ബോക്സിലേക്ക് തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഞാൻ ക്യൂട്ടസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ ക്യൂട്ടസ് എടുത്ത് വെക്കണതിനുള്ള ആരൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരൊക്കെ ഒന്ന് പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് നോക്കാം, അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരുള്ളൂ. പിന്നെ എൻ്റെ ഒരു പർപ്പിൾ ബോക്സ് ഉണ്ടല്ലോ ബണ്ണിയുടെ, അതിൻ്റെ സിബ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം സാധനങ്ങൾ മാത്രമാണല്ലോ ഞാൻ മാറ്റിയത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ടേബിൾ ഒന്ന് ഒതുക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര, കുഞ്ഞലമാരയാണ് പപ്പ ഉണ്ടാക്കിയ അന്ത എനിക്ക്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു ക്യാപ്സ്യൂൾ പെന്നുണ്ട് എനിക്ക്, അതും എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റൊക്കെ.
നല്ല ക്യൂട്ട് ഗിഫ്റ്റാണ് തന്നിട്ടുള്ളതെല്ലാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ഓക്കെ, പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ പാൻ അമ്മ തന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ മാറ്റട്ടെ. പിന്നെ ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്മാഷ് മെലോ എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കടയിൽ. ആ മിഠായിയുടെ ആദ്യം ഞാൻ മേടിച്ച് കഴിച്ചത് കാരണം ആ ഒരു മിഠായിയുടെ പാക്കറ്റ് എടുത്ത് വെച്ചേക്കാണ്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ആൽബം പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ ആ ഒരു ആൽബം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്തായാലും അപ്പോൾ ഈ പേന പെൻസിൽ സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ ടേബിളൊക്കെ ഒതുക്കട്ടെ വേഗം. അപ്പോൾ നമ്മുടെ അലമാര എന്തായാലും നമ്മുടെ കുഞ്ഞ് അലമാര ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് നമ്മുടെ സൈഡിലാണ് വെക്കണത്, എൻ്റെ ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് വെക്കണത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു പാത്രം ഉണ്ട് എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ, അതെന്തായാലും ഞാനവിടെ വെച്ചിട്ട് അമ്മയുടെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു കുഞ്ഞൊരു പാവിയുണ്ട് അതിനെ വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു കലണ്ടർ, അതാണ് ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ്സ് ഞാൻ മേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അത് വെച്ചു. പിന്നെ ഒരു എന്താ പറയുക, എൻ്റെ ടീച്ചർ എന്താണ് എനിക്ക് ഈ ഒരു കട്ടറും റബ്ബറും ഒരു സ്പീച്ച് പറഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയപ്പോൾ ടീച്ചർ എനിക്ക് തന്നതാണ്. പക്ഷേ ക്ലാസ് വൈസ് മത്സരമായിരുന്നു. അപ്പോൾ അതിലെനിക്ക് സെക്കൻഡ് കിട്ടിയപ്പോൾ എൻ്റെ ടീച്ചർ തന്നതാണ്. അപ്പോൾ നല്ല അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ വെക്കാൻ പോണ കാരണമായിട്ട് അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണേ. പിന്നെ ഒരു മന്ത്ലി പ്ലാനറിൻ്റെ ഒരു പേപ്പറുണ്ട്, അത് ഞാൻ വെച്ചു. പിന്നെ നമ്മുടെ ലാമ്പ് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ബോക്സ്, പിന്നെ എന്താ പറയുക നമ്മുടെ ക്ലോക്ക്, പിന്നെ എൻ്റെ കളർ ബോക്സ് അതും വെച്ചു. എനിക്ക് പിന്നെ എൻ്റെ ഇത് എന്താ പറയുക നമ്മുടെ തലയിൽ വെക്കണ ബണ്ണിയുടെ ഒരു ഹെയർ ബാൻഡാണ്, പക്ഷേ ഞാനത് മാറ്റും, എനിക്കെന്തോ ഒരു ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ എന്തായാലും മാറ്റിയിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ് പാഡാണ്, അതുമ്പോൾ ഞാൻ ഐ ലവ് മെയ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് എൻ്റെ ലാമ്പുമ്മ തൂക്കിയിട്ടു. എന്തായാലും പിന്നെ ഇതാണ് എൻ്റെ ബാഗ്, അതും ഞാൻ വെച്ചു. പിന്നെ എന്തായാലും നമുക്ക് തുടയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനർ. അതുപോലെ തന്നെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഗ്ലാസ് തുടയ്ക്കട്ടെ, വെച്ചാൽ നമ്മുടെ മിറർ തുടയ്ക്കണം, അതുപോലെ തന്നെ വിൻഡോസ് തുടയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് പണിയുണ്ട്. അതൊക്കെ വേഗം ഞാൻ തുടയ്ക്കട്ടെ. തുടച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടിച്ച് വാരാം. എന്നുവെച്ചാൽ കുറേ എന്താ പറയുക പേപ്പർ പീസസ് ഒക്കെ ഉണ്ട്, ഞാൻ പേപ്പറിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത്, അതൊക്കെ എന്തായാലും നമുക്ക് അടിച്ച് വാരാം. അതിനുശേഷം നമുക്ക് തുടയ്ക്കാം. അപ്പോൾ തുടയ്ക്കുന്നതിന് എൻ്റെ ഒരു കുഞ്ഞൊരു രീതിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ദിവസം ഞാൻ തുടയ്ക്കാൻ മറന്നു, ഞാൻ നമ്മുടെ യേശുവിൻ്റെ രൂപ എടുത്തിട്ട് ആ ഒരു ഷെൽഫ് തുടയ്ക്കാൻ മറന്നു. പിന്നെ അതൊക്കെ തുടച്ചു. പിന്നെ യേശുവിൻ്റെ രൂപമൊക്കെ തുടച്ചു, പൊടി പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചു. എനിക്കപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വെച്ചു. പിന്നെ ഞാൻ കർട്ടൻ ഇടട്ടെ, അതിന് ശേഷം ഞാൻ തുറക്കണം. എല്ലാ പണിയും കഴിഞ്ഞിട്ടും തുടയ്ക്കണത്, കാരണം എനിക്കപ്പോൾ നടക്കാമല്ലോ അവിടെയൊക്കെ, അത് കാരണമാണ്. നിങ്ങൾ ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ കർട്ടനൊക്കെ ഇട്ടു, രണ്ട് സൈഡിലും കർട്ടൻ ഇടണം. അപ്പോൾ ഒരു ബ്രൗൺ കളർ കർട്ടനാണ്, കുറച്ച് നല്ല ഡീൻ്റെ അത് വെയിലുള്ള കാരണമാണ്. രാത്രി ആകുമ്പോഴേക്കും നല്ല ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ഒരു നല്ലൊരു ഇതാണ്, നല്ല ലെങ്ത്തൊക്കെ ഉള്ളൊരു അടിപൊളി കർട്ടനാണ്, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ അതൊക്കെ വേഗം ഒന്ന് ചെയ്യട്ടെ. ആ ഒരു പണിയൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് തുടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെയാണ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുഞ്ഞു കുട്ടികളൊന്നും ഒറ്റയ്ക്ക് ചെയ്യരുത് കേട്ടോ, അമ്മമാരുടെ സഹായം ചോദിക്കുക. അപ്പോൾ അടുത്തത് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റാണ് വിരിക്കാൻ പോകണേ. അതായത് ബെഡ്ഷീറ്റ് ഞാൻ വിരിക്കട്ടെ. പിങ്ക് കളർ ലൈറ്റ് റോസ് കളർ ബെഡ്ഷീറ്റാണ്, അടിപൊളി ബെഡ്ഷീറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇനി വേഗം തന്നെ ഞാൻ ബെഡ്ഷീറ്റിൻ്റെ കവേഴ്സൊക്കെ ഇടട്ടെ. പിന്നെ നമ്മുടെ പില്ലോ കവേഴ്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അടിപൊളി ലൈറ്റ് റോസ് ഫ്ലെമിംഗോടെ പാടുള്ള കുഞ്ഞു പില്ലോ കവേഴ്സാണ്, 2 എടുത്തിരിക്കുന്നത്. അതിലപ്പോൾ എന്താ പറയുക, പിന്നിൽ 2 തലോണ, മുമ്പിൽ 2 തലോണ. പിന്നെ എൻ്റെ പൂച്ചക്കുട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ശരിക്കുള്ള പൂച്ചയുണ്ട്, പിന്നെ ഒരു പാവയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ ആ പൂച്ചനെയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അത് വൈറ്റ് കളറിലുള്ള എൻ്റെ പൂച്ചയാണ് കേട്ടോ, നല്ല രസമാണ് അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ. എനിക്ക് എന്തായാലും കഥ പറഞ്ഞ് നിൽക്കണുള്ള വേഗം തലോണ കവറൊക്കെ ഇടട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തലോണ കവർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും പോയി ആ വീഡിയോസൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും bye bye.